ഇപ്പൊ CMDRF ആരുടെ വലിയ ഫണ്ടാണ്. CMDRF മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ CM എന്നുള്ള കപ്പാസിറ്റിയിലുള്ള നമ്പറാണ്. ഇപ്പൊ ധർമ്മടത്ത് അദ്ദേഹം മത്സരിക്കുമ്പോഴേക്കും അത് അദ്ദേഹത്തിന്റെ ആസ്തിയാവും ഇല്ല. അത് പേഴ്സണൽ കപ്പാസിറ്റി ഉള്ള നമ്പറാണ്. അല്ലല്ല ദിലീപേട്ട, ഞാൻ ഇതിന്റെ നിയമം പഠിച്ചു പറയാം. ഞാൻ ഇതിന്റെ നിയമം പഠിച്ചതിന് പറയാം. പഠിച്ചോട്ടെ, എന്റെ സംശയങ്ങളാണ് ഞാൻ പറയാം. ഈ CMDRF ഉള്ളതാണ്. പ്രധാനമന്ത്രിക്കും അതുപോലുള്ള ദുരിതാശ്വാസ സംഭാവനകൾ സ്വീകരിക്കാനുള്ള ഇതുണ്ട്. അതുപോലെ മുഖ്യമന്ത്രിമാർക്കുള്ളതാണ് ഈ CMDRF. അതിന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും ആ നിലയിലുള്ള ഓഡിറ്റിംഗ് ഒക്കെ നടക്കുന്ന രീതികൾ അതിനുണ്ട്. ഇത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലേക്ക് ജനങ്ങൾ കൊടുത്ത പണമല്ല. അതായത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരു ഒഫീഷ്യൽ അക്കൗണ്ടിലേക്ക് ഇടാൻ കൊടുത്ത പണമല്ല. KPCC ആണ് ഈ ഫണ്ട് പിരിവിനാഹ്വാനം ചെയ്തത്. KPCCയുടെ ഫണ്ട് ഇപ്പൊ നേരത്തെ ഹാഷ്മി പറഞ്ഞു, ഈ ജില്ലാ കമ്മിറ്റികൾ, CPM-ന്റെ ജില്ലാ കമ്മിറ്റികൾ, ജില്ലാ സെക്രട്ടറിമാർ ആ ഫണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാറുണ്ട്. ഓരോ പാർട്ടിയും അവരുടെ വാർഷിക കണക്കുകൾ അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കണം എന്നുള്ള നിയമമുള്ള ഒരു രാജ്യമാണ്. അതനുസരിച്ച് നമുക്കറിയാം BJPക്ക് ഇത്ര കോടി രൂപ വന്നിട്ടുണ്ട്, കോൺഗ്രസിന് ഇത്ര കോടി രൂപ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം. കോൺഗ്രസ് AICC കൊടുത്ത ലിസ്റ്റിലും ഈ ഫണ്ടിനെ കുറിച്ചില്ല. ഇനി അതെല്ലാം പോട്ടെ, ഞാൻ അതിന്റെ സാങ്കേതിക ഇതൊന്നും അല്ല, ഞാൻ പറയട്ടെ, സാങ്കേതികം പോട്ടെ, ഇത് ദുരിതബാധിതരെ സഹായിക്കാനുള്ള പൈസയാണ്. ഇതിലേക്ക് ഇത്ര കോടി രൂപയാണ് വന്നിട്ടുള്ളത്, ഈ പണം ഇവിടെ ഉണ്ട് എന്ന് എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.